എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമ്മുടെ വിജയരാഘവൻ കുട്ടൻ നാഷണൽ അവാർഡ് കിട്ടിയതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ്. നമ്മൾ നാഷണൽ അവാർഡ് കിട്ടാൻ എന്നും യോഗ്യനായിട്ടുള്ള ആളാണ്. എത്രയോ സിനിമകൾ, എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴാണ് അംഗീകാരം കിട്ടിയത്. അത് ലേറ്റായി പോകണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്തായാലും ഈ വൈകിയ വേളയിലെങ്കിലും അത് എത്തിച്ചേർന്നത് വലിയ ഭാഗ്യം. അദ്ദേഹത്തിന്റെ കഴിവുള്ളതുകൊണ്ട് മാത്രമാണ്. നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞു, അച്ഛൻ്റെ ആ പാരമ്പര്യം അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു ഇതിലേക്ക് എത്തിയ ഞങ്ങളുടെയൊക്കെ പ്രിയ സുഹൃത്ത് വിജയരാഘവന് ആശംസകളും എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഞങ്ങളിവിടെ ഇപ്പം ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ഞങ്ങൾ ഫിലിം ചേംബറിൻ്റെ കീഴിലുള്ള ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു. അത് ഹൈക്കോർട്ടിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ മോണിറ്ററിംഗ് കമ്മിറ്റി. അതായത് കേരളത്തിലെ എല്ലാ സെറ്റുകളിലും ഒരു ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായി. അതിനു വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി കേരള വനിതാ കമ്മീഷന്റെ കീഴിൽ കേരള ഫിലിം ചേംബർ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ളൊരു ഹാൻഡ് ബുക്ക് ഞങ്ങൾ അത് ഉണ്ടാക്കി. ആ ഹാൻഡ് ബുക്ക് റിലീസ് ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ആ ഹാൻഡ് ബുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ, വനിതാ അംഗങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഞാനിവിടെ ക്ഷണിക്കുകയാണ്. ജോളി, സജിത, റാണി, സിജി എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. ആശ എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. മോണിറ്ററിംഗ് കമ്മിറ്റി കേരള ഫിലിം ചേംബറിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതിപ്പം എല്ലാ സെറ്റുകളിലും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. അതിപ്പം ഇതില്ലാതെ നമ്മൾ പുതിയ സിനിമകൾക്ക് അനുമതി കൊടുക്കുന്നില്ല. അത് എല്ലായിടത്തും മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളൊരു നിയമം തന്നെ കൊണ്ടുവന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോണി ഉണ്ട്, നമ്മുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഇതിന്റെ ചെയർമാനായ ശ്രീ ജി സുരേഷ് കുമാർ വിജയരാഘവന് കൈമാറുകയും അദ്ദേഹം അത് കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകി പ്രകാശനം ചെയ്യുകയും ചെയ്യും.